ഹായ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ഒരു കിഡിലൻ ഫിഷ് കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. ഇത് നല്ല തേങ്ങാപ്പാൽ ഒഴിച്ച നല്ല കുറുകിയ ചാറുള്ള മീൻ കറിയാണ്. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മൾ പാൻ വെച്ചിട്ട് പാൻ ചൂടായി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്കൊരു 1/2 സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഇനി 1/2 സ്പൂൺ കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്ന് നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയും പിന്നെ പുളി പിഴിഞ്ഞതും ചേർക്കണം. ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി മതിയാവും. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിക്കുന്നുണ്ട്. ഇനി ഈ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, നോർമൽ മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി, ഫിഷ് മസാല, ഇതെല്ലാം കൂടെ ചേർക്കാം. ഫിഷ് മസാല ഓപ്ഷണൽ ആണ്. അതില്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കാശ്മീരി മുളക് പൊടി ചേർത്താൽ മതി. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ കറി ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കഷ്ണമീൻ ഇട്ട് കൊടുക്കാം. ഏത് കഷ്ണമീൻ വേണമെങ്കിലും ഉപയോഗിക്കാം. ഞങ്ങളിപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളത് വൈറ്റ് ട്യൂണ ഫിഷാണ്. 250 ഗ്രാം ഫിഷാണ് ഞങ്ങളിപ്പോൾ എടുത്തിട്ടുള്ളത്. ഈ ഫിഷ് ഇതിലേക്ക് ചേർത്തിട്ട് ഇതൊന്ന് പതുക്കെ ഇളക്കിയിട്ട് നമുക്കിതൊന്ന് വേവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഒരു 8 മുതൽ 10 മിനിറ്റ് വരെ മതിയാവും നമ്മുടെ ഫിഷ് ഒന്ന് വെന്ത് കിട്ടാൻ. അപ്പം നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പോൾ ഫിഷൊക്കെ നന്നായിട്ട് വെന്ത് കറിയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. അരക്കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. ഒരു 1/4 കപ്പ് ചൂടുവെള്ളം കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇത് ഇതുപോലെ ഒറ്റ തള വരുന്നതോടുകൂടി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ചെക്ക് ചെയ്യാവുന്നതാണ്. കുറച്ച് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർക്കാം. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമുക്ക് ഈ കറി വാങ്ങി വെക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സൂപ്പർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെന്തായാലും നിങ്ങളൊക്കെ ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ബൈ. അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.